ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ മലബാറിൻ്റെ സ്വന്തം സ്നാക്കായ കല്ലുമ്മക്കായ നിറച്ചതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് അരിക്കടുക്കാന്നും കൂടെ പറയും. അപ്പോൾ നമ്മുടെ തലശ്ശേരി കണ്ണൂർ ഭാഗത്തല്ല ഈ സ്നാക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല, അത്രയും ടേസ്റ്റിയാണ് ഈ സ്നാക്ക്. ഫസ്റ്റ് തവണ കഴിച്ചവർക്കെല്ലാം അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കല്ലുമ്മക്കായ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എടുക്കാൻ പറ്റിയില്ല, സോറി. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഇതിന് വേണ്ടിയിട്ട് ഒരു 2 ഗ്ലാസ് പൊന്നിയരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് 4-5 മണിക്കൂർ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു അരമുറി തേങ്ങ വേണം, പിന്നെ ഒരു 5-10 ചെറിയുള്ളി വേണം, പിന്നെ കുറച്ച് പെരിഞ്ജീരകം വേണം. ഇത് അരിയും തേങ്ങയും പെരിഞ്ജീരകവും ചെറിയുള്ളിയും നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ച് കൊണ്ടുവരണം. അങ്ങനെ അരച്ചതാണ് ഇത്, കണ്ടില്ലേ? അപ്പോൾ അത് ഒരുപാട് ഫൈനായിട്ട് അരക്കാൻ പാടില്ല, കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ അരക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നറുക്കാനുള്ളതാണ്. അപ്പം കല്ലുമ്മക്കായ അകത്ത് നമുക്കിതൊന്ന് സ്റ്റഫ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? കുറച്ച് ഒരു ബോളായിട്ട് എടുത്തിട്ട് കൈമേൽ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഒരുപാട് കല്ലുമ്മക്കായ വിടർത്താൻ പാടില്ല. കുറച്ചൊന്ന് ഇതാക്കിയാൽ കല്ലുമ്മക്കായ ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് അരി കുത്തി നിറച്ചാൽ ഒരിക്കലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഇതിനെ സ്റ്റഫ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ആദ്യം കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ അതിനെ ഫില്ല് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട്. ഈ ഷേപ്പിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാനെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പം നമ്മളെ കല്ലുമ്മക്കായയിൽ ഒന്ന് നന്നായിട്ട് ഞാനൊന്ന് മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവിച്ചെമ്പിൽ എല്ലാ കല്ലുമ്മക്കായ ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പം ഒരു അരമണിക്കൂർ വേണ്ടി വരും ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ സമയം തന്നെ നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ആവിയിൽ വേവിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം ആ ഷെല്ലിൻ്റെ അകത്തൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഈ ഒരു മാവിൽ നമ്മൾ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മാവ് തയ്യാറാക്കാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് വേണ്ടി ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മാവിൻ്റെ അകത്ത് പെരിഞ്ജീരകമെല്ലാം ചേർത്തല്ലോ, അപ്പം തന്നെ ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്തല്ലോ. അപ്പോൾ ഗരം മസാലപ്പൊടി ഒരു 1/2 സ്പൂൺ മതിയാവും. അത് ചേർത്തിട്ട് കുറച്ചൊരു ലൂസിൽ ഒരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായെല്ലാം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിന് ഷെല്ലിൻ്റെ അകത്ത് ഒന്ന് അലർത്തി മാറ്റണം. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്താലും മതി, അതാണ് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒരു പാനിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകട്ടെ. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുമ്പേ ഓയിലിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കല്ലുമ്മക്കായ ഈ അരിക്കടുക്കക്ക് ഇങ്ങനെ ചെയ്താൽ. അപ്പം നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ കല്ലുമ്മക്കായ ഇതുപോലെ തന്നെ പാനിൽ ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് നന്നായിട്ട് 3 പ്രാവശ്യവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പം നമ്മൾ മലബാറിൻ്റെ സ്വന്തം സ്നാക്കായ കല്ലുമ്മക്കായ നിറച്ചത് അല്ലെങ്കിൽ അരിക്കടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.